ഹായ്, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മുകളിലുള്ള പറമ്പിൽ പോവുകയാണേ. വീടിൻ്റെ അടുത്ത് നിന്നും കുറച്ച് ദൂരെ പോകണം. ഞാനും കുട്ടിയമ്മ ചേച്ചിയും കൂടെ പോകുക അങ്ങോട്ട്. ഞങ്ങൾ നടന്ന് മടുത്ത് വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞങ്ങളിവിടെ ഇരുന്നാണ് വിശ്രമിക്കുന്നത്. ഇത് ആണ് പറമ്പിൽ വന്ന് കയറി. ഞാൻ പറമ്പിൽ കൃഷി ചെയ്തിരിക്കുന്നത് കൂടുതലും കുള്ളൻ കമുകെന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ കമുകാണേ കൃഷി ചെയ്തിരിക്കുന്നത്. 300 കമുകോളം വെച്ചിട്ടുണ്ട്. പഴയ കമുകൊക്കെ നിൽക്കുന്ന അതേലെ പഴുക്കയൊക്കെ പെറുക്കാൻ വന്നതാണ് ഞാനും കുട്ടിയമ്മ ചേച്ചിയും കൂടെ. പിന്നെ കാപ്പി ഒക്കെയാണ് കൃഷി. ബാക്കി കൃഷിയുള്ളത് കാപ്പി, മുളക് കുറച്ചൊക്കെ ഉള്ളൂ. കാന്താരി ചീനിയൊക്കെ ഉണ്ട്. ഞങ്ങൾ കാപ്പിക്കുരുവൊക്കെ പറിക്കുമ്പോൾ ഇതേ ഈ പാറയുടെ പുറത്ത് ഇവിടെ ഇരുന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കാപ്പിക്കുരു പറിക്കുമ്പോഴും പറമ്പിൽ പണിയൊക്കെ ചെയ്യുമ്പോൾ കളവെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. കൊന്ന പൂത്ത് നിൽക്കുന്നതാണേ. പഴുക്കയൊക്കെ കമുകിൻ്റെ ചുവട്ടിലുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് ഓർത്ത് ഞാനും കുട്ടിയമ്മ ചേച്ചിയും കൂടെ പോകുന്നതാണിന്ന്. ഒന്നര വർഷമായി കമുക് വെച്ചിട്ട്. അത് തന്നപ്പം 2.5 വർഷം കഴിയുമ്പം കായ്ക്കുമെന്നൊക്കെ പറഞ്ഞു. വളമൊക്കെ ചെയ്യുന്നുണ്ട്. ആഴം എന്ന് പറയുന്നൊരു മരമാണിത്, പന പോലെ. പക്ഷേ ഇതിന് പൊക്കം വെക്കത്തില്ല. ഇതിൻ്റെ ഓല ഈർക്കിലി എടുത്താൽ നല്ല കട്ടിയാണ്. 10, 25, 30 ഈർക്കിലി ഉണ്ടെങ്കിൽ നല്ലൊരു ചൂലുണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ചുവട്ടിൽ പന കൊലച്ച് നിൽക്കുവേ. ഈ കൊല കണ്ടോ? ഇതിനിടയ്ക്ക് ഇത് വിരിഞ്ഞ് വരുന്നതിന് മുമ്പേ തെങ്ങും ചൂണ്ടപ്പനയൊക്കെ ചെത്തുന്നത് പോലെ തന്നെ ചെത്തിയാൽ കള്ള് കിട്ടുമെന്നൊക്കെ മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടോ അതിൻ്റെ കൊല നിൽക്കുന്നുണ്ടോ ഇതിനിടയ്ക്ക്? ഞങ്ങൾ പഴുക്കായൊക്കെ പെറുക്കട്ടെ. ഭയങ്കര വെയിലായത് കാരണമാണ് ഞാൻ കളയൊന്നും വെട്ടിയില്ല. പച്ചപ്പൊക്കെ കമുകിന് ഇച്ചിരി അധികം ചൂടടിക്കാതെ നിൽക്കട്ടെ എന്നോർത്ത് കള വെട്ടാതിരുന്നത്. അതിന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് കളയൊക്കെ വെട്ടണം. കൊടിയൊക്കെ നട്ടത് ഇത്രയും പൊക്കമൊക്കെ ആയി. നേരത്തെ ഇത് റബ്ബർ കൃഷിയായിരുന്നു. ഇതിനകത്ത് റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കമുക് വെച്ചതാണ്. ഒന്നര ഏക്കറോളം വസ്തുവുണ്ട്. അതിനകത്ത് നിറച്ച് ഞാൻ കമുകും തൈയാണ് വെച്ചേക്കുന്നത്. ഞങ്ങൾ പഴുക്കായൊക്കെ പെറുക്കട്ടെ. ശരി, എന്നാൽ വീണ്ടും കാണാം. ബായ്.